പൊതുവെ നമ്മൾ MLA എന്ന് പറയുമ്പോൾ പരമ്പരാഗതമായിട്ടുള്ള കുറേ വർക്കുകളുണ്ട്. അതായത് റോഡ്, പാലം, സ്കൂള്, ആസ്പത്രി, പോലീസ് സ്റ്റേഷൻ ഇത്തരം കാര്യങ്ങളാണ് ഒരു MLA ചെയ്യുന്നത്. IRS-ലേക്കും IRMS-ലേക്കും കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടി IPS-ലും എത്തിയിരുന്നു. പക്ഷേ ഇതാദ്യമായി ഒരു കുട്ടി IAS-ലേക്ക് വരുന്ന ഒരു സുന്ദരമായ മുഹൂർത്തം കൂടിയാണിത്. പെരിന്തൽമണ്ണയ്ക്ക് അഭിമാനകരമായ ഒരു നേട്ടമാണ്. ഇപ്പോൾ IAS അക്കാഡമിയുടെ സെക്രട്ടറി കൂടിയാണ് കിംസ് അൽ ഷിഫയുടെ വൈസ് ചെയർമാൻ കൂടിയായ ഡോക്ടർ പി ഉണ്ണി. അപ്പോൾ MLA-യുടെ എഫേർട്ട് നിങ്ങളൊക്കെ MLA-യുടെ ഒപ്പം നിന്നു. ഇതൊരു 3 കുട്ടികൾക്ക് ഇതവണ IAS ലഭിച്ചിരിക്കുന്നു. അതിന്റെ സന്തോഷം ഒന്ന് പങ്കുവയ്ക്കും. പെരിന്തൽമണ്ണ ഹൈദരലി ശിഹാബ് തങ്ങൾ മെമ്മോറിയൽ IAS അക്കാഡമിയിൽ ഈ വർഷം വളരെ അഭിമാനകരമായ വിജയമാണ് കൈവരിക്കാൻ കഴിഞ്ഞത്. ഏതാണ്ട് 3 കുട്ടികൾ IAS ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ഇത് നമ്മുടെ പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരത്തിൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റാണ്. ആ ഡ്രീം പ്രോജക്റ്റ് വിജയിപ്പിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും പ്രത്യേകിച്ച് പെരിന്തൽമണ്ണക്കാരും ആസ് എ സെക്രട്ടറി എന്ന നിലയ്ക്ക് ഞാനും അദ്ദേഹത്തിൻ്റെ വളരെ താങ്ങും തണലുമായിട്ട് നിന്നിട്ടുണ്ട്. തീർച്ചയായും ഇനിയും കൂടുതൽ വിജയത്തിലേക്ക് ഈ സ്ഥാപനം കുതിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആ രീതിയിലുള്ള സംവിധാനങ്ങളാണ് ഇവിടെ കുട്ടികൾക്ക് ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ പഠിക്കുന്ന 100 കുട്ടികൾ അവർ സൗജന്യമായിട്ടാണ് പഠിക്കുന്നത്. അതായത് വ്യത്യസ്ത തലങ്ങളിലുള്ള ക്വാളിഫൈ ആയ കുട്ടികളെടുത്ത് സെലക്ട് ചെയ്ത് അവർക്ക് സ്പെഷ്യൽ ട്രെയിനിങ് കൊടുത്തിട്ടാണ് ഈ കുട്ടികൾ ഇത്ര വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞത്. പൊതുവേ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ IAS ക്വാളിഫൈ ചെയ്യുന്നത് എപ്പോഴും ഒരു 3% അല്ലെങ്കിൽ 4%ഒക്കെയാണ്. തീർച്ചയായും ഇത്തരം അക്കാഡമികൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ വിജയ ശതമാനം കൂട്ടാൻ കേരളത്തിന് കഴിയും എന്നുള്ളതിൽ യാതൊരു സംശയവും. പൊതുവെ നമ്മൾ MLA എന്ന് പറയുമ്പോൾ പരമ്പരാഗതമായിട്ടുള്ള കുറേ വർക്കുകളുണ്ട്. അതായത് റോഡ്, പാലം, സ്കൂള്, ആസ്പത്രി, പോലീസ് സ്റ്റേഷൻ ഇത്തരം കാര്യങ്ങളാണ് ഒരു MLA ചെയ്യുന്നത്. അദ്ദേഹം അത് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെയാണ് ഈ മഹത്തായ സ്ഥാപനത്തിനെ പടുത്തുയർത്താൻ വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചത്. അതിൻ്റെ വിജയം പെരിന്തൽമണ്ണക്കാർക്ക് മാത്രമല്ല, മലപ്പുറം ജില്ലക്ക് മാത്രമല്ല, നമ്മളെ മലബാർ ഏരിയയിൽ തീർച്ചയായും ഒരു മുതൽക്കൂട്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പെരിന്തൽമണ്ണയ്ക്ക് അഭിമാനകരമായ നേട്ടമാണ്, മലപ്പുറത്തിന് അഭിമാനകരമായ നേട്ടമാണ്, കേരളത്തിന് അഭിമാനകരമായ നേട്ടമാണ്. ഈ നജീബ് കാന്തർ MLA ഇവിടെ ജയിച്ച് ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രഖ്യാപനം, വിദ്യാഭ്യാസ മേഖലയിൽ ഒരു സ്വപ്നമുണ്ട്, അത് യാഥാർത്ഥ്യമാക്കുമെന്ന്. ഡോക്ടർ ഉണ്ണീനെ പോലുള്ള ആളുകൾ പിന്തുണ അർപ്പിക്കലല്ല, ഒപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ IAS അക്കാദമിയിൽ നിന്ന്, ഹൈദരലി ശിഹാബ് തങ്ങൾ അക്കാദമിയിൽ നിന്നും ഇത്തവണ 3 പേര് അതിനുള്ള യോഗ്യത നേടിയിരിക്കുന്നു. ഒരുപക്ഷെ പെരിന്തൽമണ്ണക്കാർക്ക് വേണ്ടി നജീബ് കാന്തപുരം എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നവർക്ക് ജനങ്ങൾ തന്നെ കുറേ ഉത്തരങ്ങൾ പറയുന്ന കൂട്ടത്തിലല്ലേ ഇത്? അല്ല, ഏറെ സന്തോഷമുള്ളൊരു ദിവസമാണ് ഇന്ന്. പ്രത്യേകിച്ചും ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട്. പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ വിയോഗത്തിൻ്റെ ആണ്ട് ദിവസം കൂടിയാണിന്ന്. അപ്പോൾ ആ ഒരു ദിവസമാണ് ഈ വാർത്ത വരുന്നത് എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വൈകാരികമായ ഒരു കാര്യം കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലാണ് നമ്മൾ ഈ അക്കാഡമി പടുത്തുയർത്തിയിട്ടുള്ളത്. പ്രിയപ്പെട്ട ഉണ്ണീൻക ഇവിടെ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഒരു 4 വർഷത്തെ ത്യാഗപൂർണമായ ഒരു യാത്രയുണ്ട്. ആ യാത്രയുടെ പിന്നാമ്പുറങ്ങൾ പലർക്കും അറിയില്ല, അതിൻ്റെ കഷ്ടപ്പാടുകൾ, അതിൻ്റെ പ്രയാസം. പക്ഷേ അത് റിസൾട്ട് വരുമ്പോൾ നമുക്കുണ്ടാക്കുന്ന വലിയ തോതിലുള്ള സന്തോഷമുണ്ട്. ഇതിൽ ഒന്നാമത്തെ കാര്യം IAS-ലേക്ക് ആദ്യമായിട്ടൊരു കുട്ടി വരുന്നു എന്നുള്ളതാണ്. ഞങ്ങളുടെ കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ IRS-ലേക്കും IRMS-ലേക്കും കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടി IPS-ലും എത്തിയിരുന്നു. പക്ഷേ ഇതാദ്യമായി ഒരു കുട്ടി IAS-ലേക്ക് വരുന്ന ഒരു സുന്ദരമായ മുഹൂർത്തം കൂടിയാണിത്. അതോടൊപ്പം തന്നെ ഈ 3 കുട്ടികൾക്ക് പുറമെ നമുക്ക് ഏകദേശം IGP പ്രോഗ്രാം എന്ന നമ്മുടെ ഇൻ്റർവ്യൂ ഗൈഡൻസ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് 12ഓളം കുട്ടികൾ വേറെയും സർവീസിലേക്ക് വരാൻ. അപ്പോൾ ഇതെല്ലാം നമ്മൾ നടത്തുന്ന ഒരു ശ്രമം ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അതിന് ഈ ലോകം മുഴുവനും നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ളതുപോലെ അതിൻ്റെ റിസൾട്ടും ഉണ്ടാകും എന്നുള്ളതാണ്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പക്ഷേ പെരിന്തൽമണ്ണ പോലുള്ള ഒരു നഗരത്തിൽ ഒരിക്കലും അസാധ്യമെന്ന് പലരും പറഞ്ഞ ഒരു സംഗതിയാണ് ഇവിടെ സാധ്യമായി റിസൾട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. റിസൾട്ടാണ് സംസാരിക്കേണ്ടത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം 78 കുട്ടികളാണ് ഈ 3 വർഷത്തിനിടയിൽ വ്യത്യസ്ത സർവീസിലേക്ക് അവർ ഇതിനകം സർവീസിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് റിസൾട്ടാണ് സംസാരിക്കുന്നത്. ആ റിസൾട്ട് സംസാരിക്കാൻ പ്രേരകമായ ഒരുപാട് പ്രവർത്തനം ഞാനും ഉണ്ണീനിക്കയും ഈ 4 വർഷം നടത്തിയിട്ടുള്ള ത്യാഗപൂർണമായ യാത്രകൾ ഞങ്ങൾ ഒരുമിച്ചാണ്.
അപ്പോൾ ഞങ്ങളുടെ കൂടെ നിന്ന് ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. അവരെല്ലാം നന്ദിപൂർവ്വം ഓർക്കാൻ ഈ സമയം ഞാൻ ഉപയോഗിക്കുകയാണ്. കാരണം ഇത് ആർക്കും ഒറ്റക്ക് നടത്താൻ കഴിയുന്നതോ ആർക്കും ഒറ്റക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സ്ഥാപനമേ അല്ല. അങ്ങനെ ഒരുപാട് മനുഷ്യരുടെ പിന്തുണയും സഹായവും നിർലോഭമായിട്ടുള്ള അവരുടെ ഒരു കരുതലുമാണ് ഈ സ്ഥാപനത്തിന്റെ വിജയം. മാത്രമല്ല കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമുക്ക് ഓരോ വർഷം തോറും മാറി വരുന്ന ഒരു കുട്ടികളുടെ ഒരു വലിയ തോതിലുള്ള ആസ്പിറേഷൻ ലെവലുണ്ട്. ഇപ്പൊ പെരിന്തൽമണ്ണക്കാരടക്കമുള്ള നിരവധി കുട്ടികൾ എത്ര വേഗമാണ് ഇങ്ങനെ ഒരു സിവിൽ സർവീസ് മോഹവുമായി വരുന്നത് എന്നതാണ്. ഏകദേശം 10ഓളം കുട്ടികൾ ഓരോ ബാച്ചിലും പെരിന്തൽമണ്ണയിൽ നിന്ന് തന്നെ വരികയാണ്. അപ്പൊ ഇതെല്ലാം നടക്കുന്നത് ഒരു നാടിന്റെ വലിയ സുഹൃതമായി ഞാൻ കാണുകയാണ്, കൂട്ടായ്മയുടെ വിജയമായി കാണുകയാണ്. ഈ സന്തോഷം എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും മുമ്പിൽ ഞാൻ സമർപ്പിക്കും. പെരിന്തൽമണ്ണക്കാർക്ക് സന്തോഷിക്കാം. ഒരുപക്ഷെ നജീബ് കാന്തപുരം MLA-യുടെ സ്വപ്നം പദ്ധതികളൊന്നായിരുന്നു യശസ്വരീരനായ ഹൈദരലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിലുള്ള IAS അക്കാദമിയിൽ നിന്നും ഇത്തവണ 3 കുട്ടികൾ അതിന് അർഹരായിരിക്കുന്നു. നജീബ് കാന്തപുരം MLA-ക്കൊപ്പം വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിക്ക് ഈ പെരിന്തൽമണ്ണയിൽ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ തുടക്കക്കാരനും ചുമതലക്കാരനും ഒക്കെ ആരാന്ന് ചോദിച്ചാൽ ഒരു പേരേ ഉള്ളൂ, ഡോക്ടർ P. ഉണ്ണീന്റെ പേരേ ഉള്ളൂ. ആ ഉണ്ണി എന്ന അദ്ദേഹത്തിന്റെ വലിയ മനസ്സ്, വിശാലമായ മനസ്സ് തൊട്ടറിഞ്ഞ് ഒരുപക്ഷെ നജീബ് കാന്തപുരം MLA ആവശ്യങ്ങൾ അറിയിച്ചപ്പോൾ എന്നും ഒപ്പമുണ്ടാകുമെന്ന് അറിയിച്ചതാണ് ഡോക്ടർ P. ഉണ്ണീൻ. അദ്ദേഹമാണ് അക്കാദമിയുടെ ജനറൽ സെക്രട്ടറി. ഏതായാലും ഈ യാത്ര തുടരട്ടെ. ഒരുപാട് ഉയരങ്ങളിലേക്ക് ഈ നാട്ടിലെ കുട്ടികളെ എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. നിങ്ങളുടെ നല്ല മനസ്സ് നാട്ടുകാർ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ആ നാട്ടുകാർ ഒരിക്കലും ഈ MLA-യെയും ഈ ഡോക്ടർ P. ഉണ്ണീനൊന്നും കൈവിടില്ലെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. ഏതായാലും സന്തോഷമുള്ള കാര്യങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ ഡോക്ടറെ. നിങ്ങളുടെ ഈ ഒത്തുചേരലൊക്കെ ഏറ്റവും നല്ലതിനാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10 പെരിന്തൽമണ്ണ. എല്ലാരും പറയുന്നു ഡിഫറെന്റ് ആയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടെന്നൊക്കെ. നല്ലതല്ലേ? ഞാനല്ല, സ്വർണം. Safa Gold and Diamonds, different by design.